പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ. ഷഹീർ ഏജൻസീസ്, വാഴാനി റോഡ്, ഓട്ടുപാറ. ഫോൺ 9544886228. 7 വർഷം കൊണ്ട് തൃശൂർ ജില്ലയിൽ 106 മടങ്ങ് ബാറുകൾ വർദ്ധിച്ചെന്ന് മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ വിൻസെന്റ് മാളിയേക്കൽ തൃശൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF സർക്കാരിന്റെ കഴിഞ്ഞ 7 വർഷത്തെ ഭരണത്തിനിടയിൽ തൃശൂർ ജില്ലയിൽ ബാറുകളുടെ എണ്ണം 106 മടങ്ങ് വർദ്ധിച്ചെന്ന് മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ വിൻസെന്റ് മാളിയേക്കൽ കുറ്റപ്പെടുത്തി. കേരളത്തെ മദ്യത്തിൽ മുക്കുന്ന സർക്കാർ നയത്തിനെതിരെ മദ്യനിരോധന സമിതി സംസ്ഥാന കമ്മിറ്റി മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ 5 മാസമായി തുടരുന്ന സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം അറിയിച്ച് സമിതി തൃശൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണുത്തിയിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന 2016-ൽ ആകെ ഒരു ബാർ മാത്രമുണ്ടായിരുന്ന തൃശൂർ ജില്ലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് 107 ബാറുകളാണ്. 2016-ൽ സംസ്ഥാനത്താകെ 29 ബാറുകൾ മാത്രമുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ഉള്ളത് 796 ബാറുകളാണ്. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കും എന്ന LDF തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പാക്കുക, LDF സർക്കാർ പിടിച്ചെടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ടായിരുന്ന മദ്യ നിയന്ത്രണാധികാരം തിരിച്ചു നൽകുക, സ്കൂൾ തലം മുതൽക്ക് ലഹരി വിരുദ്ധ ഭാഗങ്ങൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് 2023 ഓഗസ്റ്റ് 14 മുതൽ മദ്യനിരോധന സമിതി സംസ്ഥാന കമ്മിറ്റി മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് ആന്റണി പന്തോല്ലൂക്കാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഈപ്പൻ കരിയാറ്റിൽ, കൗൺസിലർ ലില്ലി ടീച്ചർ, സത്യഭാമ ടീച്ചർ, PM ഹബീബുള്ള, KA ഗോവിന്ദൻ, ബ്രദർ ജോണിക്കുട്ടി, ബേബി പുതുശ്ശേരി, സജീവൻ നടത്തറ, ജോണി ചിറ്റിലപ്പള്ളി എന്നിവർ സംസാരിച്ചു. മനസ്സുകൊണ്ട് സ്നേഹിക്കുകയും ചെയ്ത മുഴുവൻ സുഹൃത്തുക്കളെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ തൃശൂർ ജില്ലയിൽ ഒരു ബാറുണ്ടായിരുന്നിടത്ത് ഇന്ന് 107 ബാറുകളായി മാറിയിരിക്കുകയാണ്. സഖാവ് പിണറായി വിജയൻ അധികാരത്തിലേൽക്കുമ്പോൾ ഉമ്മൻചാണ്ടിയിൽ നിന്ന് അധികാര കൈമാറ്റം നടത്തുമ്പോൾ തൃശൂർ ജില്ലയിൽ ഒരു ബാറുണ്ടായിരുന്നത് ഇന്ന് 107 ബാറുകളായി മാറിയിരിക്കുന്നു. ബാറുകൾ തുടങ്ങുന്നത് ആർക്കു വേണ്ടിയാണ് എന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആരും ഒരു ബാറ് തുടങ്ങാൻ വേണ്ടി ആവശ്യപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ജനതയ്ക്ക് അതുകൊണ്ട് പ്രത്യക്ഷമായ പരോക്ഷമായ യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത ഒന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള ഒന്നാണ്. ന്യൂസ് ഡെസ്ക് VCV.